കൊച്ചിയിലെ സെൻറ്റ് റീത്താസ് സ്കൂളിൽ ആ സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ചും ശിരോവസ്ത്രം ധരിച്ചതിനെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ള തർക്കം. ഈ തർക്കത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം അനാവശ്യമായിട്ടുള്ള മതപരമായിട്ടുള്ള വികാരം, വർഗീയമായിട്ടുള്ള വികാരം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കുട്ടി കഴിഞ്ഞ 4 മാസമായിട്ട്, ആ കുട്ടി സ്കൂളിൽ ചേർന്ന് 4 മാസമായിട്ട് ശിരോവസ്ത്രം ധരിക്കാത്ത കുട്ടി ഒരു ദിവസം സുപ്രഭാതത്തിൽ അത് ധരിച്ചു വരുന്നു. അവിടുത്തെ സ്കൂളിൻ്റെ അധികൃതർ ആ സ്കൂളിലെ യൂണിഫോമിന് വിരുദ്ധമായിട്ടുള്ള വസ്ത്രധാരണം അത് അനുവദിക്കാനാകില്ല എന്ന് കുട്ടിയോടും രക്ഷാകർത്താവിനോടും സൂചിപ്പിക്കുന്നു. അവസാനം 2 ദിവസം സ്കൂൾ അടച്ചിടേണ്ടി വരുന്നു. കാരണം അവിടെ രക്ഷാകർത്താവിൻ്റെ കൂടെ സ്കൂളുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു മതസംഘടനയിൽപ്പെടുന്ന ആളുകൾ വന്ന് സ്കൂളിലെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് 2 ദിവസം അടച്ചിടേണ്ടി വരുന്നു. അതിനുശേഷം അത് പരസ്പരം സംസാരിച്ച് ഒത്തുതീരുന്നു. ആ ഒത്തുതീർന്നതിന് ശേഷം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്തൊരു പ്രശ്നം കുത്തിപ്പൊക്കി നിയമപരമായിട്ട് തന്നെ സംസ്ഥാനത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് ഉൾപ്പെടെ വിരുദ്ധമായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവനയിലൂടെ ആ നിർദ്ദേശം നൽകുന്നത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ധാരണയുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ശ്രീ ശിവൻകുട്ടി നടത്തിയത്. ഈ തരത്തിൽ മതപരമായിട്ടുള്ള വിദ്വേഷവും മതപരമായിട്ടുള്ള വിഭാഗീയതയും സ്പർദ്ധയുമൊക്കെ ഉണ്ടാക്കാൻ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ശ്രമിക്കുന്ന ശ്രീ ശിവൻകുട്ടി അദ്ദേഹം സത്യപ്രതിജ്ഞയുടെ അടക്കം ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം അവിടെ ഈ സ്ഥലത്തെ MP ആയിട്ടുള്ള ശ്രീ IB ഈഡൻ അദ്ദേഹം ഇന്നലെ നടത്തിയൊരു പരാമർശം അതെനിക്ക് ഏറ്റവും വലിയ പരിഹാസ്യമായിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് BJPയെയും RSSനെയും ഇതിൽ നിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് ഞങ്ങൾ അനുവദിക്കില്ല. അവിടെ BJP RSS അല്ല പ്രശ്നം. IB ഈഡന് സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളടക്കം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അവിടെ സ്കൂൾ അടച്ചിടേണ്ടി വന്നത് ഈ കുട്ടിയുടെ കൂടെ, രക്ഷാകർത്താവിൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ്. BJPക്കാർ അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ SDPIയെയും അതുപോലെ പ്രദേശത്ത് മതപരമായിട്ടുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെയും, ആ ആളുകളെ പേരെടുത്ത് പറയാനുള്ള തൻ്റെ ഇടം പോലും ആ MP-ക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇത് വ്യക്തമാകുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം കേരളത്തിൽ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ചില ആളുകൾ, ആ മതവിഭാഗത്തിലുള്ള എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല, അതിലുള്ള ചില ആളുകൾ ഈ തരത്തിൽ തീവ്ര വർഗീയ വിഷം വമിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും പെരുമാറ്റവും ഒക്കെ ആയിട്ട് രംഗത്തിറങ്ങുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച് അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ആ ശക്തികളെ ഭയപ്പെട്ടുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കോൺഗ്രസും CPM-ഉം നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ കേരളത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് മാത്രമേ കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് CPM-ഉം കോൺഗ്രസും ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണം.